ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. അങ്ങനെ ഗൈസ്, ഖത്തറിലെ അവസാന ദിവസമാണ്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് പർച്ചേസാണ്, അതായത് നാട്ടിലേക്കുള്ള പർച്ചേസിന് ഇറങ്ങിയിരിക്കുകയാണ്. ആദ്യം തന്നെ നമ്മൾ എന്താക്കുന്നത്, പർദ്ദ എടുക്കാൻ വേണ്ടി പോയി. പർദ്ദക്കായിട്ട് തന്നെ ഒരു ഷോപ്പുണ്ട്. അപ്പോൾ അതിലാണെങ്കിൽ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട്. അധികം ഈ ഒരു കോട്ട് ടൈപ്പ് കളക്ഷൻസാണ് ഉള്ളത്. അപ്പോൾ എന്താണ്, സിനുക്ക് അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. മെയിനായിട്ട് ഇവിടുത്തെ ഒരു കാലാവസ്ഥയ്ക്കും അതിനനുസരിച്ചിട്ടുള്ള ക്ലോത്താണ് ഇവിടെ കാണാനുള്ളത് കേട്ടോ. പിന്നെ ഒക്കെ ഒരു ഏകദേശം നാട്ടിലത്തെ ഒരു 2000-2500 റേഞ്ച് വരുന്നുണ്ട് മിനിമം ഇവിടെ ഓരോ പർദ്ദക്കും. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു പർദ്ദയൊക്കെ എടുത്ത് ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ഒരു തല തൊട്ട് ഒരു തല വരെയും പർദ്ദക്കായിട്ടുള്ള ഷോപ്പ് മാത്രമാണ്. ഇതിൽ കറങ്ങി നടക്കണമെങ്കിൽ ഒരു ദിവസം എന്തായാലും വേണം. പിന്നെ ഇവിടെ നാട്ടിലത്തെ വില അപേക്ഷിച്ച് നോക്കുമ്പോൾ രണ്ടും എനിക്കൊരു ഈക്വലായിട്ട് തന്നെയാണ് തോന്നുന്നത്. പക്ഷേ മെറ്റീരിയലിൽ മാറ്റം വരുന്നുണ്ട്. ഇവിടെ നല്ല ക്ലോത്തും അതേമാതിരി ഒരു ഡിഫറെൻറ്റ് കളേഴ്സിലും കിട്ടുന്നുണ്ട്. ഒക്കെ ഒരു അറബി ടച്ച് വരുന്ന സാധനങ്ങളാണ് കേട്ടോ കൂടുതലും വരുന്നത്. അങ്ങനെ എന്തായാലും തിരഞ്ഞ് നമുക്ക് ഫൈനലി നമ്മൾ വിചാരിച്ച സാധനം കിട്ടിയിട്ടുണ്ട്. ഇന്ന് പർദ്ദ മാത്രമല്ല കേട്ടോ, നമുക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങളും പർച്ചേസ് ചെയ്യാണ്ട്. ഇവിടെ ഡേ ടു ഡേ അതേമാതിരി R&B അങ്ങനത്തെ ഓരോ സഫാരി മാൾ അങ്ങനത്തെ ഓരോ കടകളുണ്ട്. അതായത് സാധാരണക്കാർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന മാളുകളാണ്. ബാക്കിയുള്ളതൊക്കെ ഹെവി റേറ്റ് ആണ് കേട്ടോ. എന്തായാലും ഒരുവിധം സാധനങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്ത് വീട്ടിൽ കുറച്ച് എല്ലാവർക്കും എത്തുന്ന മാതിരി കുറച്ച് സാധനം പർച്ചേസ് ചെയ്തു. കൂടുതലൊന്നും നമ്മൾ എടുത്തില്ല. അപ്പോൾ എന്തായാലും ഇനി അതൊക്കെ നമുക്ക് പെട്ടിയിൽ കെട്ടണം. പെട്ടിയിൽ കെട്ടുന്ന ഒരു ചടങ്ങാണ് ഗൈസ്. അപ്പോൾ എല്ലാ പ്രവാസികൾക്കും നാട്ടിൽ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നൊരു നിമിഷമാണ് ഈ പെട്ടിയിൽ സാധനങ്ങൾ കെട്ടിക്കൊണ്ടുപോകാന്നുള്ളത്. പക്ഷേ ഒരു കുടുംബത്തിനുള്ളത് മൊത്തം അവൻ്റെ ആ സ്വപ്നങ്ങളും എല്ലാം ആഗ്രഹിച്ച ഓരോരുത്തർക്ക് എന്തൊക്കെ വേണം എന്തൊക്കെതാണ്. ചില കുട്ടികളെ നമ്മൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. എന്നാലും അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വാങ്ങുന്ന ആളുകളാവും മിക്കവാറും പ്രവാസികൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 വർഷത്തിനും 2 വർഷത്തിനൊക്കെ കഴിഞ്ഞ് നാട്ടിലോട്ട് പോകുമ്പോൾ അവർ കൊണ്ടുവരുന്ന ഓരോ സാധനങ്ങൾക്കും വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ചെറിയ മക്കളാണെന്നുണ്ടെങ്കിലും ബാക്കിക്കാരാണെന്നുണ്ടെങ്കിലും അത് കൊടുക്കുമ്പോൾ അവരുടെ മുഖത്തുള്ള സന്തോഷമാണ് ഏതൊരു പ്രവാസിയുടെയും ലൈഫിൽ ആ പെട്ടി കൊണ്ടുപോകാൻ ഒരു അർത്ഥം ഉണ്ടാവുക അല്ലേ. ചിലവർക്ക് ഇവർ കഷ്ടപ്പെട്ട് പെട്ടിയൊക്കെ കൊടുന്ന് ഇത് പൊട്ടിച്ച് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഇവർക്ക് കളറ് പറ്റൂല, സൈസ് ഒക്കൂല. അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താ വെച്ചാൽ അതൊരു ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. എന്നെ സംബന്ധിച്ച് പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബിസിനസ്സിനോ അല്ലെങ്കിൽ ഒരു 2 വർഷം കഴിഞ്ഞിട്ടോ പോരുന്ന ആളല്ല. പക്ഷേ അങ്ങനത്തെ ആളുകൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ കണക്കാക്കുമ്പോൾ നമ്മൾ ഒരിക്കലും സർപ്രൈസായിട്ട് ഒരു സാധനമൊന്നും വാങ്ങിയിട്ടില്ല. ഉമ്മാക്ക് ഞാനൊരു സർപ്രൈസായിട്ടൊരു സാധനം വാങ്ങിയിട്ടുണ്ട്. അത് ഉമ്മാക്കിപ്പോൾ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അതെന്താണെന്നുള്ളത് നമുക്ക് നാട്ടിലെത്തിയിട്ട് കാണാം. പിന്നെ ഈ പെട്ടി കെട്ടുമ്പോഴുള്ള ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു 30 കിലോനാണ് ഒരാൾക്ക് കൊണ്ടുപോകാണ്ടാവുക. ഈ 30 കിലോ ഉള്ള സാധനം ഇതിൽ ഒതുക്കി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ പണിയല്ല. അതിലെല്ലാം പെടണം. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ പെടണം എന്ന് പറഞ്ഞ മാതിരി എല്ലാ സാധനങ്ങളും പെടണം. ഞാൻ അനുസരിച്ചതിൽ കൂടുതൽ പണ്ടൊക്കെ എൻ്റെ അമ്മമാർ വരുമ്പോൾ രസ്നപ്പൊടി, പാൽപ്പൊടി ഇതൊക്കെ വലിയ വലിയ പാക്ക് ഉണ്ടാവും കേട്ടോ. ഞാൻ അതൊന്നും കൊണ്ടുപോകുന്നില്ല. കാരണം നമ്മളവിടെ പാൽപ്പൊടി ഒന്നും വെച്ചിട്ട് കാര്യമില്ല. ആരും അങ്ങനെ അത് യൂസ് ചെയ്യൽ കാണലില്ല. പിന്നെ ഈ പെട്ടി കെട്ടാൻ നമ്മൾ മാത്രമല്ല കേട്ടോ, കൂടെ സിനുവിൻ്റെ ഉപ്പയും അതേപോലെ ഇച്ചാപ്പയും ഓൽക്കാണെങ്കിൽ പിന്നെ ഇതിൻ്റെയൊക്കെ ഐഡിയ ഉണ്ടല്ലോ. എനിക്കാണെങ്കിൽ വലിയൊരു പിടുത്തമല്ല. കാരണം ഇവർക്കിത് കൊല്ലം നാട്ടിലോട്ട് പെട്ടി കെട്ടുമ്പോൾ അത് എവിടെയൊക്കെ വെക്കണം, എങ്ങനെയൊക്കെ കൊള്ളണം, ഏകദേശം പെട്ടിയിൽ എത്ര തൂക്കം ഉണ്ടാവും എന്നൊക്കെയുള്ള നിശ്ചയം പ്രവാസികൾക്ക് നല്ലോണം ഉണ്ടാവും. അപ്പോൾ ഓല് നമ്മളെ കൂടെ പെട്ടി കെട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് നമ്മുടെ പെട്ടി കെട്ടലൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വരുമ്പോൾ അത്യാവശ്യം ഡ്രസ്സ് കൊടുന്നായിരുന്നു. അതുകൊണ്ട് നമുക്ക് കൂടുതൽ സാധനം അങ്ങനെ കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം വെയിറ്റ് നോക്കുമ്പോഴേ നമുക്ക് എയർപോർട്ടിലെത്തുമ്പോൾ പണിയാവും. കാരണം മക്കളും കുട്ടികളൊക്കെ ഉള്ളപ്പോൾ അവിടുന്ന് ഒരു വട്ടം വരുമ്പോൾ തന്നെ നമുക്ക് പെട്ടി അയക്കേണ്ട ഒക്കെ ഒരവസ്ഥ വന്നിരുന്നു. അതുകൊണ്ട് ഇത് കറക്റ്റ് തൂക്കി എല്ലാം സെറ്റാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഫില്ലാക്കുന്നത്. പിന്നെ നമ്മൾ അട്ടപ്പെട്ടിയിലല്ല കൊണ്ടുവന്നത്, ഒക്കെ ട്രോളി ബാഗായിട്ടാണ് കൊണ്ടുപോകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രോളി ആകുമ്പോൾ അഥവാ എന്തെങ്കിലും സീനാവുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തുറക്കാൻ പറ്റും. സിബ് തുറന്നാൽ മതിയല്ലോ. മറ്റേത് ഒട്ടിച്ച് അട്ടപ്പെട്ടിയൊക്കെ തുറക്കണമെന്നുണ്ടെങ്കിൽ ഈ മക്കളുടെ ഇടയിൽ അതൊന്നും നടക്കൂല. അപ്പോൾ എന്തായാലും നമ്മുടെ പെട്ടി കെട്ടൽ കഴിഞ്ഞു ഗായ്സ്. അങ്ങനെ അൽഹംദുലില്ലാഹ് നമ്മുടെ പെട്ടികെട്ടലൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയെടുക്കുന്നുണ്ട്. ഞാൻ അലേഹ ഉറങ്ങി ഇങ്ങനെ നിൽക്കുമായിരുന്നു. കേസിൻ്റെ അലേഹനെ എല്ലാവർക്കും മിസ് ചെയ്യുന്നുണ്ട്. അതേമാതിരി ഉമ്മാനെ എല്ലാവർക്കും മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ നമ്മൾ കൃത്യം ഈ നേരം ആകുമ്പോൾ നാട്ടിലുണ്ടാവും. അതായത് ഞങ്ങൾ ഇവിടുന്ന് പുലർച്ചെ ഒരു 4:30 ഇറങ്ങിയാൽ 8 മണിക്കാണ് ഫ്ലൈറ്റ് നമുക്ക് എടുത്തിട്ടുള്ളത്. കണ്ണൂർക്കാണ് ഫ്ലൈറ്റ്. അതായത് നാട്ടിലത്തെ ഒരു 3 മണിയാകുമ്പോഴേക്കും നമ്മൾ ഇൻഷാ അല്ലാഹ് അവിടെ എത്തുന്നതാവും, കണ്ണൂർ എത്തുന്നതാവും.
കണ്ണൂരെത്തി. പിന്നെ കോഴിക്കോട് നിന്നും കൊച്ചിയിലേക്കും അല്ല, കണ്ണൂരിൽ നിന്ന് അത്യാവശ്യം ദൂരം നമുക്ക് ഓടാണ്ട്. അങ്ങനെ കണ്ണൂരിൽ നിന്ന് വീട്ടിലെത്തി, സിനുവിൻ്റെ വീട്ടിലെത്തി. സിനുവിൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വണ്ടി അവിടെ ഇരിക്കണത്. അവിടുന്ന് വീണ്ടും വീട്ടിലേക്ക് എത്താൻ ടൈം കുറേ എടുക്കും. എന്തായാലും ഇൻഷാ അല്ലാ ഒരു ഏകദേശം 9 ദിവസമായിട്ട് നമ്മൾ ഖത്തറിൽ. അതായത് 25-ാം തീയതി വന്നു, ഇന്ന് 1, നാളെ 2, 2-ാം തീയതി നമ്മൾ നാട്ടിലോട്ട് തിരിക്കുകയാണ്. ഈ 9 ദിവസത്തിൽ ഗൈസ് ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കും. ഒരുപാട് സന്തോഷം. അവിടുത്തെ അവ്വാ അലേൻ്റെ കളികൾ നിങ്ങൾക്ക് മിസ്സാവുന്നുണ്ടോ ഗൈസ്? അല്ലേ? ഒരു ഹായ് പറ എല്ലാവരോടും. മൂക്കിൽ കയ്യിലല്ല, ഒരു ഹായ് പറ. ഒരു ഉറക്കത്ത് ഇവിടെ വന്നിട്ട് ഞാൻ മുടിയൊക്കെ ഒന്ന് വെട്ടി കൊടുത്തിട്ട് നോക്കിയിരിക്കും. നല്ല രസമല്ലേ എൻ്റെ കുട്ടി? എൻ്റെ മുടി നല്ല രസമല്ലേ? അല്ലേ? രസമുണ്ടോ ചോദിച്ചോക്കെ? നല്ല രസമുണ്ട് ഗൈസ്. അങ്ങനെ ഗൈസ് എന്തായാലും പെട്ടി കെട്ടലൊക്കെ കഴിഞ്ഞു. ഇവിടുന്ന് കൊണ്ടുപോകണേക്കാൾ കൂടുതൽ സാധനങ്ങൾ ഞങ്ങൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊടുത്തിരുന്നു. അതുകൊണ്ട് കൂടുതൽ പെട്ടിയൊന്നും കെട്ടിയിട്ടില്ല. പിന്നെ കുറച്ച് ഇവിടുന്ന് പോകണേന് നമ്മൾ ജോലി കഴിഞ്ഞ് ഒരു 4 കൊല്ലം കഴിഞ്ഞ് പ്രവാസിയായിട്ട് പോകുന്നില്ലല്ലോ. ഒരുപാട് സാധനങ്ങൾ നാട്ടിലോട്ട് കൊണ്ടുപോകാം. ജസ്റ്റ് വിസിറ്റിന് വന്നതല്ലേ. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് മധുരം മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ, കൂടുതലായിട്ടൊന്നും കൊണ്ടുപോകുന്നില്ല. എന്തായാലും ഒരാഴ്ച നമ്മൾ ഇവിടെ എത്തി. ഒരാഴ്ച ഉമ്മയൊന്നും വീഡിയോയിലുണ്ടായിരുന്നില്ല. ഉമ്മാൻ്റെ പാട് എന്താണെന്ന് ഒരുപാട് ആൾക്കാർ ചോദിച്ചായിരുന്നു. ഉമ്മയൊക്കെ സന്തോഷമാണ് ഗൈസ്. ഉമ്മയൊക്കെ അതൊരു കുഴപ്പമില്ല. കാരണം ഉമ്മയൊക്കെ ഉമ്മാൻ്റെ കുടിയിൽ ഉമ്മാൻ്റെ പാടി എടുത്തിട്ടുണ്ട്. പിന്നെ ഡെയിലി വീട്ടിലേക്ക് വരുന്നുണ്ട്. 2 വീട്ടിലേക്കും ഡെയിലി മാറി വരുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, ഇതുവരെ കുഴപ്പമൊന്നും അസുഖ കാര്യങ്ങളൊന്നുമില്ല, ഒക്കെ സെറ്റ് തന്നെയാണ്. അങ്ങനെ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.